ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നോമ്പറക്കാനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ന് നേരത്തെ തുടങ്ങിയിട്ടോ, കാരണം ഇന്നൊരു പരീക്ഷണമാണ്. അപ്പോൾ സക്സസ് ആവും എന്താവും എന്നൊന്നും അറിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ ഇത് കൊടുന്നപ്പോൾ ഞാൻ ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിറ്റ്സിൻ്റെ മറ്റേ പഫ് ഷീറ്റാണ് കേട്ടോ. സമൂസ ഷീറ്റ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ വട്ടം ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ പഫ്സിൻ്റെ ഷീറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ ചിക്കനോടും ഉണ്ടാക്കണം, എഗ് കൊണ്ടും ഉണ്ടാക്കണം എന്നൊരു പൂതി. അപ്പോൾ മസാല ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു മസാലയിൽ ചിക്കനും പിന്നെ അതേപോലെ എഗ്ഗും വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം നമുക്ക് കുഴപ്പമില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാൻ ഉണ്ടാക്കണ മെത്തേഡ് ആരും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഇന്ത്യയിൽ ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതേപോലെ ഓവണും എയർ ഫ്രയറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉണ്ടാക്കിയ മെത്തേഡിൽ ഒരു വ്യത്യാസം വന്നു. സംഭവം അടിപൊളിയാണ്. സ്ട്രീറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് റോൾ ചെയ്യാനായാലും ഒക്കെ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു മിസ്റ്റേക്ക് വന്നത്, ഇത് ഞാൻ ഉണ്ടാക്കിയത് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എണ്ണ കുടിക്കും. സംഭവം നല്ല രീതിക്ക് എണ്ണ കുടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ വെയിലും ഉണ്ടായിരുന്നില്ല. മേലത്തെ ഭാഗമൊക്കെ നന്നായിട്ട് എന്താ പറയുക, ബ്രൗൺ കളറായിട്ട് കിട്ടുമായിരുന്നു. പക്ഷേ ഇത് ഉള്ളു വേവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് ഉണ്ടായിരുന്നത്. സംഭവം ഷീറ്റൊക്കെ അടിപൊളി. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ആക്കുന്നത് കേട്ടോ. അപ്പോൾ നോമ്പിന് തന്നെ ഞാൻ ട്രൈ ആക്കുകയും ചെയ്തു. അതാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കാം എന്നുണ്ടായിരുന്നു. ബേക്ക് ചെയ്തിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുമല്ലോ, അതേപോലെ ബേക്ക് ചെയ്തെടുക്കാമെന്നുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ ഞാൻ എന്തോ അത് ചെയ്തില്ല. ഞാൻ എന്തോ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതേപോലെ നേരം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നായിരുന്നു. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല നോമ്പ് തുറക്കാൻ പോകുന്നുണ്ട്. വേറെ ഒരു വീട്ടിൽ, കുഞ്ഞുമ്മയുടെ വീട്ടിൽ നോമ്പ് തുറ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകേണ്ടി വരുന്നു എന്നൊക്കെ അറിയണ്ടായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതായിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ സംഭവം ഞാൻ പരീക്ഷണമാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവർക്കും കൊടുത്തത്. പ്രത്യേകിച്ച് നല്ലതും ഇല്ല ചീത്തയില്ല എന്നുള്ള ലെവലിൽ പോയി. സംഭവം ഞാൻ തന്നെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി അതുള്ളൂ എന്നിട്ടില്ല. പിന്നെ അതേപോലെ നമ്മളിത് ബേക്ക് ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നല്ല ഇതായിട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. എന്ത് പരീക്ഷയിൽ ജയിച്ച്? അബാക്കസ് പരീക്ഷയിൽ ജയിച്ചാ? ഗുഡ് ഗേൾ. ഇങ്ങനെ പിടിച്ചേ, പൊന്തിച്ച് പിടിച്ചേ. അടുത്ത പരീക്ഷ ജയിക്കണം പറഞ്ഞു ടീച്ചർ. പേപ്പർ ഉണ്ടാ? ആർക്ക്? അബാക്കസ് പരീക്ഷയുടെ പേപ്പർ ഉണ്ടാ? പേപ്പർ ഇല്ല. എന്തിലെ പരീക്ഷ എടുത്ത്? പേപ്പറിലല്ലേ? ഇങ്ങോട്ട് വാ. ആർക്ക് മെഡൽ കിട്ടി ക്ലാസ്സില്? ഞങ്ങളെ ക്ലാസ്സിൽ 3 പേർക്ക് മാത്രം പെൻസിൽ കിട്ടി. പെൻസിലാ? അവരൊക്കെ തോറ്റു. ജയിച്ചു. അവർക്ക് 3 പേർക്കും പെൻസിൽ കിട്ടി. ബാക്കി ഞങ്ങളുടെ ക്ലാസ്സിക്ക് എല്ലാവർക്കും മെഡൽ കിട്ടി. എന്തിനാ മെഡൽ കിട്ടി? പരീക്ഷയിൽ ജയിച്ചേന്. ദീദി പരീക്ഷയിൽ തോറ്റു. ജയിക്കണം കേട്ടാ. അടുത്ത പരീക്ഷയിൽ ജയിക്കണം കേട്ടാ. ഇങ്ങോട്ട് അടുത്ത പരീക്ഷയിൽ ജയിക്കണം കേട്ടാ. ചെറിയൊരു കുനു എവിടെയോ ഉണ്ട്. സാരല്ല കേട്ടാ. ദീദിക്ക് മെഡൽ കിട്ടാത്തതിൻ്റെ ഒരു വിഷമം. ഇനി അടുത്ത പരീക്ഷയിലൊക്കെ നന്നായി പഠിക്കണം കേട്ടാ. രണ്ടാളും പഠിക്കണം കേട്ടാ. നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടാ. എന്നാ പോയി കുളിച്ചോ. Bye.
അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അബാക്കസ് പരീക്ഷ ഇപ്പോൾ നമ്മൾ എക്സാമൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ അബാക്കസിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു തന്നെ. അപ്പോൾ ഇതാണ് ആണ് കേട്ടോ 6ൻ്റെ ഷീറ്റ്, സമോസ് ഇത് മറ്റേ പഫ് ഷീറ്റ് വരുന്നത്. ഇത് കണ്ടോ, ഫസ്റ്റത്തെ ആ ലെയർ എടുത്താൽ കിട്ടുന്നുണ്ടായിരുന്നില്ല, സംഭവം ആകുമ്പോൾ ഒട്ടിയിട്ടായിരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ഷീറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇടയിൽ ഒരു ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാനും സംഭവങ്ങളൊക്കെ ഈസി ആയിരുന്നു. അതിലൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇതായിരുന്നു എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക്. അപ്പം ഇനി ഇതാരും പൊരിച്ചെടുക്കാമെന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കണവർ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം അത് പൊരിച്ച് കഴിഞ്ഞാൽ വേവില്ല. അത് നമ്മൾ കാണിക്കുന്നുണ്ട്, 1-2 വീഡിയോസിലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നത്. പക്ഷെ അവരൊക്കെ ഭയങ്കര ഇതായിട്ടാണ് കഴിക്കണത്. പക്ഷെ എനിക്കറിയില്ല എന്താണ് അവരങ്ങനെ കഴിക്കണതെന്നൊന്നും. സംഭവം പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ എണ്ണയും കുടിക്കും, അതേപോലെ ഉള്ളു വേവത്തൂല. അപ്പം ഞാൻ ആ പരിപാടി കഴിഞ്ഞപ്പോൾ ഞാൻ ദോശയിലേക്കുള്ള ബാജിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്കൂളിൽ വിട്ട് വന്നിട്ടുള്ള പരിപാടിയാണ്. കണ്ടോ പുതിയ ഡിഷ്. ഇതെന്താ എന്ന് പറയും, എന്തൊക്കെയാണ്? സോസ്, ഈത്തപ്പഴം, പഴം, പിന്നെ പഞ്ചസാര, തറയും ഇതിലുണ്ട്. സ്കൂൾ വിട്ട് വന്നിട്ട് ഉണ്ടാക്കിയ ഡിഷാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 2 മിനിറ്റ് അവിടെ ഇരുന്നു. അപ്പോൾ അവർ അടുക്കളയിൽ കയറിയിട്ട് ഓരോന്നും ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. പ്രത്യേകിച്ച് വീഡിയോസും ഒന്നും എടുത്തില്ല. പിന്നെ കണ്ടൊരു നോമ്പ് തറ ഉണ്ടായിരുന്നു, വിചാരിക്കാണ്ട് ഒരു നോമ്പ് തറ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തില്ല. ഇത് പിറ്റേ ദിവസമാണ്. കണ്ണ് ചെറുതായിട്ടുണ്ടോ, കണ്ണിക്കേട് വരുന്നുണ്ടോ തോന്നുന്നു. അപ്പം ഇനി ഫുഡ് ഉണ്ടാക്കണം. ദോശ, അരിക്കുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നലെ തിരുമ്പിട്ട് എടുത്തിട്ടില്ല. ഇന്നലെ പിന്നെ അങ്ങനെ പോയി ഞങ്ങൾ ഒരു നോമ്പ് തുറക്ക്. അപ്പോൾ പിന്നെ ഒന്നും എടുക്കാനും കാര്യങ്ങൾക്കൊന്നും നേരം കിട്ടിയില്ല. അപ്പം ഞാൻ ഒന്ന് വെയിൽ ചൂടായിട്ട് രസം ചൂടായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടായിരുന്നു നോമ്പ് തുറ. അപ്പോൾ പിന്നെ അങ്ങനെ നോമ്പ് തുറക്കാൻ വെച്ചപ്പോൾ പിന്നെ അങ്ങനെ പോയി. അപ്പോൾ ഞാൻ മറ്റേ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ പിറ്റേ ദിവസത്തെ ഇത് ഇപ്പോൾ ഇന്നത്തെ നോമ്പറക്കാനുള്ള വെള്ളം കലക്കലും ഫ്രൂട്ട്സ് മുറിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ ബാജി ഉണ്ടാക്കി വെച്ചു, ചട്നി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ നോമ്പ് തുറന്നിട്ട് പിന്നെ ഞങ്ങളൊരു ഇശാ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കുക. നോമ്പറക്കുമ്പോൾ ഈ സംഭവങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കും. പിന്നെ ഇശാ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. Ta-ta.